പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെയുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽ അല്പസമയം നാം ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ വിശുദ്ധിക്ക് കാരണമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആധാരമായ ഒരു ദൈവവചനം ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. യോസേപ്പിന് 17 വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരുടെ കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹയുടെയും ശില്പയുടെയും പുത്രന്മാരുടെ കൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസേപ്പ് അപ്പനോട് വന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വായിച്ച ഭാഗം ഇങ്ങനെയാണല്ലോ. യോസേപ്പിന് 17 വയസ്സായപ്പോൾ തൻ്റെ സഹോദരന്മാരായിരിക്കുന്ന ആടുകളെ മേയിച്ചുകൊണ്ട് ആമിനൊരു ഒരു ബാലനായി യോസേപ്പ് തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായിരിക്കുന്ന ബൽഹയുടെയും ശില്പിയുടെയും പുത്രന്മാരോട് കൂടെ ഇരിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള ദുശ്രുതി ഹല്ലേലൂയ യോസേപ്പ് വന്ന് തൻ്റെ അപ്പനോട് പറഞ്ഞെന്നുള്ളതാണ് നാം വായിച്ച ഭാഗം. ഹല്ലേലൂയ. അപ്പോൾ യോസേപ്പ് ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സഹോദരന്മാരുടെ കൂടെ ആടുകളെ മേയിക്കുന്നുണ്ടെങ്കിലും സഹോദരന്മാരുടെ ദുശ്രുതി നിറഞ്ഞ അല്ലെങ്കിൽ ദുഷ്ടത നിറഞ്ഞ ജീവിതം യോസേപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്തതായതുകൊണ്ട് ഹല്ലേലൂയ യോസേപ്പ് വന്ന് തൻ്റെ അപ്പനോട് പറയുക. അത് മുഖാന്തരം യോസേപ്പ് സഹോദരന്മാർക്ക് വെറുപ്പുള്ളവനായി മാറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ യാക്കോബിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് നാം പറയാൻ പോകുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പം യോസേപ്പ് വളരെ വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് തിരുവെഴുത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പം തിരുവെഴുത്ത് ആധാരമാക്കി നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ യോസേപ്പ് യാക്കോബിൻ്റെ കുടുംബത്തിൽ ഒരു വിശുദ്ധനായി ജീവിച്ചതുപോലെ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് നാം വിശുദ്ധ ജീവിതം നയിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. യോസേപ്പ് തൻ്റെ സഹോദരന്മാരുടെ അപശ്രുതി അല്ലെങ്കിൽ ദുശ്രുതിയെക്കുറിച്ചൊക്കെ തൻ്റെ അപ്പനോട് പറഞ്ഞപ്പോൾ തന്നെക്കുറിച്ച് അല്ലെ യോസേപ്പിനോട് അവർക്ക് പക തോന്നിയതുപോലെ ഈ കാലഘട്ടം സത്യം പറയുന്നവരെ എവിടെയും ഒഴിവാക്കും. ഹല്ലേലൂയ. സത്യത്തിന് വിലയില്ലാത്തൊരു കാലഘട്ടം. സത്യം പറയുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തും. സത്യം പറയുന്നവരെ സമൂഹം മാറ്റി നിർത്തും. സത്യം പറയുന്നവരെ എല്ലാ മേഖലയും ഒഴിവാക്കും. അത് സമൂഹത്തിലായാലും സത്യം പറയാൻ പറ്റത്തില്ല, സഭയ്ക്കകത്ത് സത്യം പറയാൻ പറ്റത്തില്ല, ഭവനത്തിൽ സത്യം പറയാൻ പറ്റത്തില്ല. എവിടെയും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നയാൾ ഒറ്റപ്പെടും. ഹല്ലേലൂയ. നാം കണ്ടുവരുന്ന കാഴ്ചയാണ്. ഹല്ലേലൂയ. ഒരു സത്യത്തിനാണ് ഇന്നും വിലയുള്ളത്. അസത്യം ഒരിക്കലും അവൻ ജയിക്കത്തില്ല. അപ്പം യോസേപ്പ് പറയുന്ന സത്യങ്ങൾ ഇന്നും നിലനിൽക്കും. ഹല്ലേലൂയ. തൻ്റെ സഹോദരന്മാർ കടന്നു പോകുന്ന പാതയെ ഒരിക്കലും യോസേപ്പ് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ പാതകളും അവരുടെ വഴികളും എല്ലാം തെറ്റായ മാർഗങ്ങളാണ്. അതിൻ്റെ നടുവിലാണ് ഇവിടെ ഒരു വിശുദ്ധൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവം അങ്ങനെയാണ് നമ്മെക്കുറിച്ചും ചിന്തിക്കുന്നത്. ഈ ലോകം വല്ലാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, വല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, മനുഷ്യനെക്കുറിച്ചെല്ലാം വളരെ ദുശ്രുതി പരന്നുകൊണ്ടിരിക്കുമ്പോൾ, അപവാദങ്ങൾ പരന്നുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ്റെ ഇടയിൽ പാപം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ ഈ ലോകത്തിലൊരു വിശുദ്ധനായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അപ്പം വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ യോസേപ്പിനെ നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ നാം ആ യോസേപ്പിനെ പോലും മാതൃകാ ജീവിതം നയിക്കുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നമുക്ക് ആ നിത്യതയിൽ ചേർക്കപ്പെടാൻ പറ്റും. ഹല്ലേലൂയ. ഒരിക്കലും അശുദ്ധമായ ജീവിതം കൊണ്ട്, അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളുണ്ട് സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. സ്വർഗം എന്ന് പറയുന്നത് പരിശുദ്ധനായ ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അവിടെ വിശുദ്ധന്മാരുടെ കൂട്ടമാണ്, അവിടെ ദൂതന്മാരുടെ കൂട്ടമാണ്, സാറാഫുകളും കെരൂബുകളുമാണ് അവിടെ ഉള്ളത്. അവിടെ പ്രിയര് ഒരു അശുദ്ധനും പ്രവേശിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് യോസേപ്പിനെ ഇവിടെ വിശുദ്ധനായി നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം കാലഘട്ടങ്ങൾ മാറി വരും തോറും നാം ദൈവവചനത്തിനകത്ത് പഠിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ നാം ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ വശീകരണത്തിനകത്ത് അകപ്പെട്ടു പോകാതെ ഹല്ലേലൂയ നാം പാപമോഹങ്ങളിൽ അകപ്പെട്ടു പോകാതെ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് സ്തോത്രം നമുക്കൊരു നല്ല മാതൃകയാണ് യോസേപ്പ് എന്ന് പറയുന്നത്. എല്ലാ വിധത്തിലും യോസേപ്പ് യേശുക്രിസ്തുവിനൊരു നിഴലും കൂടെയാണ്. ഹല്ലേലൂയ.
അപ്പം യേശു ഭൂമിയിലായിരുന്നപ്പോൾ 33.5 തിരുവയസ്സോടെ ജീവിച്ചപ്പോഴും 33.5 തിരുവയസ്സിൽ തൻ്റെ ജീവിതത്തിൽ പാപം വരാതെ, പാപത്തിന് പ്രവേശനമില്ലാതെ യേശു തൻ്റെ ജീവിതത്തെ കാത്തു സൂക്ഷിച്ചതുപോലെ പ്രൈസലോട് പ്രീതി ഈ കാലഘട്ടത്തിൽ നമ്മളായിത്തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം സത്യത്തിന് ചെവി കൊടുക്കണം, സത്യം പറയുന്നവരായിരിക്കണം. സത്യം പറഞ്ഞ് നിങ്ങൾ ഒറ്റപ്പെട്ടാലും നിങ്ങൾ ഭാരപ്പെടണ്ട. സത്യം പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കിയാലും നിങ്ങൾ ഭാരപ്പെടണ്ട. സത്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്മേൽ ഉപദ്രവം വന്നാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. പ്രിയരെ, നിങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് ലോകം പോകുന്നത് പോലെ നമുക്ക് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം യോസേപ്പ് തൻ്റെ സഹോദരന്മാരെ കുറിച്ചുള്ള ദുശ്രുതി യോസേപ്പ് അപ്പനോട് പറഞ്ഞതുകൊണ്ട് യോസേപ്പിനോട് വെറുപ്പ് തോന്നി. നമ്മൾ ലേവ്യ പുസ്തകം 19 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. അതേപോലെ ദൈവവചനം എല്ലാ കാലഘട്ടത്തിലും വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രമാണമാണ് തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നാം വേദപുസ്തകം ആദിയോടന്തം വായിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ദൈവം വിശുദ്ധ ജീവിതം നയിപ്പാൻ ചിലരെ തിരഞ്ഞെടുത്തിരിക്കുന്നതും കാണാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരേ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ മാനദണ്ഡം, വിശുദ്ധിയെ നമ്മൾ നിലനിർത്തണം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ഒരു സുഖങ്ങൾക്കും വേണ്ടി നമ്മുടെ ജീവിതത്തെ അടിയറവ് വെക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. മനുഷ്യൻ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, നിസ്സാര നേരത്തെ സുഖങ്ങൾക്ക് വേണ്ടി തങ്ങളെ നിത്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതോട് പ്രിയരെ, നാം ഇവിടെയല്ല ജീവിക്കേണ്ടത്. നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. നമ്മുടെ ജീവിതം സ്വർഗത്തിലാണ്. നാം സ്വർഗീയ പൗരന്മാരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം അവിടെ എത്തണമെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. നാം വിശുദ്ധ ജീവിതം നയിക്കുക തന്നെ ചെയ്യണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ സത്യം പറഞ്ഞ് നിങ്ങൾ ഒറ്റപ്പെട്ടാലും, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങളതിൽ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് ദൈവം ഒരു നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം, യോസേപ്പ് വളർന്നു വന്ന സാഹചര്യം, ഹല്ലേലൂയ, യോസേപ്പിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം, ഹല്ലേലൂയ, നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 12 മക്കളുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, യോസേപ്പ് വളർന്നു വരികയാണ്. 12 ആൺമക്കൾ. ഹല്ലേലൂയ. സ്തോത്രം. 12 ആൺമക്കളിൽ, ഹല്ലേലൂയ, 10ാമത്തവനാണ് യോസേപ്പ്, 11ാമത്തവൻ ബെന്യാമിൻ. ഹല്ലേലൂയ. പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്, ദീന. അങ്ങനെ 13 മക്കളും. ഹല്ലേലൂയ. യോസേപ്പിന്റെ പിതാവായിരിക്കുന്ന യാക്കോബും യോസേപ്പിന്റെ മാതാവായിരിക്കുന്ന റാഹേലും കൂടെ അടങ്ങുന്ന 15 അംഗ കുടുംബത്തിനകത്ത്, ഹല്ലേലൂയ, ഈ 15 അംഗ കുടുംബത്തിലുള്ളവരുടെ സ്വഭാവങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ, ഹല്ലേലൂയ, എത്ര പരിതാപകരമായിരുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. രക്തം ചെയ്യാം. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയരെ, ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിലും കുടുംബത്തിനകത്ത് വ്യത്യസ്ത സ്വഭാവമുള്ള, ഹല്ലേലൂയ, വ്യത്യസ്ത ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെ അനുകരിക്കുവാൻ നാം തയ്യാറായാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നിത്യനരകമായി മാറും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വിശുദ്ധിക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. അപ്പം യോസേപ്പ് അവരുടെ മധ്യത്തിൽ വളർന്നു വരികയാണ്. എത്രമാത്രം കഷ്ടപ്പാടുകളാണ് യോസേപ്പ് അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. യോസേപ്പ് എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും, ഹല്ലേലൂയ, പാപത്തിന്റെ സ്വഭാവങ്ങൾ, പാപത്തിന്റെ വശീകരണങ്ങൾ മാത്രമാണ് കുടുംബത്തിനകത്ത്. അതിൻ്റെ നടുവിലാണ്, ഹല്ലേലൂയ, യോസേപ്പ് തൻ്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഒരു ഉത്തമമായ ജീവിതം നയിക്കുന്നു എന്ന് പറയുന്നത്. അതൊരു ദൈവകൃപയാണ്. പ്രിയരി, സ്തോത്രം. നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത്, ഹല്ലേലൂയ, നിങ്ങൾക്ക് ചുറ്റുവട്ടത്തുള്ള സകലരും പാപത്തിന്റെ സ്വഭാവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അതിൻ്റെ നടുവിൽ നിങ്ങളൊരു വിശുദ്ധനായി പാർക്കുക തന്നെ വേണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ, ഹല്ലേലൂയ, നമുക്ക് വസിപ്പാൻ ദൈവം തന്നിരിക്കുന്ന സമയങ്ങളെ നാം അത് നഷ്ടപ്പെടുത്തി കളയാതെ, ഹല്ലേലൂയ, നാം അത് നശിപ്പിച്ച് കളയാതെ ദൈവം ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ്, ഹല്ലേലൂയ, യേശുക്രിസ്തു നമ്മളിൽ കൂടി എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി നാം ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി നമ്മെ സമർപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് മകൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിശുദ്ധിയിലേക്ക്
വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് പേരുദോഷങ്ങൾ, പഴികൾ, നിന്ദകൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. പക്ഷേ ക്രിസ്തു മുഖാന്തരം നിങ്ങളതെല്ലാം അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അതേപോലെ ഈ പാപത്തിൻ്റെ വശീകരണമുള്ള, പാപത്തിൽ നിറയപ്പെട്ട് നിൽക്കുന്ന യോസേപ്പിൻ്റെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ അവരെ ആരെയും മാതൃകയാക്കാതെ സ്തോത്രം ഒരു വിശുദ്ധനായി ജീവിക്കുന്നു. അതെ, നാം നമ്മുടെ കുടുംബമായാലും നമ്മുടെ സമൂഹമായാലും നമ്മുടെ സഭയിലായാലും പ്രൈസ് ദി ലോർഡ് എല്ലാവരും പോകുന്നത് പോലെ നമുക്ക് പോകാൻ കഴിയത്തില്ല. എല്ലാവരും പറയുന്നത് പോലെ പറയാൻ പറ്റത്തില്ല. എല്ലാവരും സംസാരിക്കുന്നവർ സംസാരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കേൾക്കുന്നിടത്ത് എല്ലാം പോയി കേൾക്കാൻ പറ്റത്തില്ല. എല്ലായിടത്തും നമുക്ക് പോയിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയെ കാത്ത് സൂക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പം നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോസേപ്പിൻ്റെ അപ്പനായിരിക്കുന്ന യാക്കോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ യാക്കോബ് ഒരു ചതിയനായിരുന്നു എന്നും ഹല്ലേലൂയ സ്തോത്രം ഒരു വഞ്ചകനായിരുന്നു എന്നും ഉപായി ആയിരുന്നു എന്നും ഒക്കെയാണ് യാക്കോബിനെ കുറിച്ച് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് വേണ്ടി പിതാവിനെ വഞ്ചിച്ചവനാണ്. ഹല്ലേലൂയ. ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠനെ പറ്റിച്ചവനാണ്. തന്ത്രപൂർവ്വം പറ്റിച്ചവനാണ്. അമ്മായിയപ്പനെ വഞ്ചിച്ച ചരിത്രം യാക്കോബിനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആട്ടിൻകൂട്ടത്തെ തെറ്റായ രീതിയോടെ വർദ്ധിപ്പിച്ചവനാണ്. അങ്ങനെയുള്ള ഒരു അപ്പൻ്റെ മകനായി ജീവിച്ചിട്ട് പോലും യോസേപ്പിൻ്റെ ജീവിതത്തിൽ അപ്പൻ്റെ സ്വഭാവം പകർത്തിയെടുക്കാതെ, അപ്പനെ മാതൃകയാക്കാതെ, യാതൊരുവിധ ചതിവോ വഞ്ചനയോ ഉണ്ടാകാതെ തൻ്റെ വിശുദ്ധ ജീവിതത്തെ നയിക്കുന്നത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓർത്ത് നോക്കിയേ, യാക്കോബിനെ കുറിച്ച് നാം പറയുന്നുണ്ട്. ഞാനൊരു എഴുത്തുകാരൻ എഴുതി വെച്ചത് വായിച്ചതാണ്. ഹല്ലേലൂയ. യാക്കോബിനെ കുറിച്ച് പറയും വഞ്ചകനാണ്, ചതിയനാണ്, ഉപായിയാണ്. ഹല്ലേലൂയ എന്നൊക്കെ യാക്കോബിന് പേരുള്ളപ്പോൾ തന്നെ അനുഗ്രഹത്തിന് വേണ്ടി തൻ്റെ അപ്പൻ്റെ ഇരിക്കൽ ഹല്ലേലൂയ വേഷം കെട്ടിയവനാണ്. അപ്പൻ്റെ അനുഗ്രഹം വാങ്ങി അങ്ങനെ അപ്പനെ വഞ്ചിച്ചവനാണ്. ഹല്ലേലൂയ. ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടി ഹല്ലേലൂയ സ്വന്തം സഹോദരൻ്റെ ഇടയിൽ തന്ത്രപൂർവ്വം ഹല്ലേലൂയ പണിപ്പെട്ടവനാണ്. പണിത് ഹല്ലേലൂയ പെരുമാറി ജ്യേഷ്ഠാവകാശം പിടിച്ചു വാങ്ങിയവനാണ്. അമ്മായിയപ്പനെ വഞ്ചിച്ചു. ഹല്ലേലൂയ. ആട്ടിൻകൂട്ടത്തെ തെറ്റായ രീതിയിൽ വർദ്ധിപ്പിച്ചു. ഞാനതൊക്കെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു അപ്പൻ്റെ മകനായി ജീവിക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം പ്രിയരെ യോസേപ്പിനൊരു ചതിവുമില്ല, വഞ്ചനയില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചതിവുകളോ വഞ്ചനയോ ഇല്ലാതെ ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. നാം പറയാറുണ്ട് അവൻ അപ്പൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്, അവൻ അപ്പൻ്റെ തനി നിറമാണ്. നമ്മൾ പലരെ കുറിച്ചും പറയാറുണ്ട്. അതേ പ്രിയരെ ഇവിടെ യോസേപ്പിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ കുടുംബത്തിനകത്ത് യോസേപ്പിനെ കുറിച്ച് ഇത്രമാത്രം പേരുകൾ നിൽക്കുമ്പോഴും ഹല്ലേലൂയ വിശുദ്ധൻ എന്ന പേരുകൾ നിൽക്കുമ്പോഴും ഹല്ലേലൂയ യോസേപ്പ് തൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നില്ല. ഈ കുടുംബത്തിനകത്ത് യോസേപ്പിന് പേരുണ്ട്, അതിനെ നശിപ്പിക്കുവാൻ യോസേപ്പ് ആഗ്രഹിക്കുന്നില്ല. ആ യോസേപ്പിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം ദൈവം കൊടുത്തതാണ്. എന്നാൽ തൻ്റെ അപ്പൻ്റെ സ്ഥാനം മറിച്ചൊന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രിയരെ ദൈവത്തിൻ്റെ വചനത്തിൽ നാം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത്. അത് പ്രിയരെ താമരപ്പൂ ചെളിയിൽ വിരിഞ്ഞു നിൽക്കുന്നുവെങ്കിലും യാതൊരു വിധത്തിലും ഹല്ലേലൂയ ആ ചെടി പകരുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അതെ, താമരപ്പൂ ഹല്ലേലൂയ വിരിഞ്ഞു നിൽക്കുന്നത് ചെളിയിലാണെങ്കിലും സ്തോത്രം ഹല്ലേലൂയ ഒരു വിധത്തിലും ആ ചെളി താമരപ്പൂവിൽ പ്രവേശിക്കാത്തതുപോലെ, താമരപ്പൂ അതിൻ്റെ സുഗന്ധം പരത്തുന്ന പോലെ, അതിൻ്റെ നിറം പകർന്നു നിൽക്കുന്നത് പോലെ, അത് ചെളിയിൽ പുതഞ്ഞു പോകാതെ താമര നിൽക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിങ്ങളുടെ ആത്മജീവിതത്തിനകത്ത് ചെളി പുരളാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പാപത്തിൻ്റെ കറകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ച് ഹല്ലേലൂയ നമ്മുടെ കാലുകൾ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വിശുദ്ധിയോടുകൂടി നിൽക്കുവാൻ കഴിയണം. അപ്പം യോസേപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ അപ്പനെ കുറിച്ച് ഒരുപാട് പേരുകളുണ്ട്. ഹല്ലേലൂയ. തൻ്റെ അപ്പനെ കുറിച്ച് ഒരുപാട് അപവാദം കേൾക്കാറുണ്ട്. എങ്കിലും അപ്പൻ്റെ മാതൃക പിന്തുടരാതെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു കൊടുത്തവനാണ് യോസേപ്പ്. ഹല്ലേലൂയ. ഇത് പകൽ പ്രിയരെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നെങ്കിൽ സമയങ്ങളിൽ നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള ആലോചന പറഞ്ഞു തരുവാൻ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. രക്തം ചെയ്യാം. ഹല്ലേലൂയ.
അപ്പോൾ നമ്മൾ യോസേപ്പിൻ്റെ അപ്പനെക്കുറിച്ചാണ് ഇവിടെ വായിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം അവൻ്റെ മാതാവായ റാഹേലിനെ കുറിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അവളിലൊരു വിഗ്രഹാരാധന രഹസ്യമായി ഒളിഞ്ഞു കിടന്നിരുന്നുവെന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവൾ തൻ്റെ അപ്പനായ ലാബാന്റെ ഗൃഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചെടുക്കുവാൻ കാരണമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ. യാക്കോബിൻ്റെ ഭാര്യ റാഹേല് അവളൊരു വിഗ്രഹാരാധന മറഞ്ഞു കിടക്കുന്നു. എന്താണ് സംഭവിച്ചത്? അപ്പൻ്റെ ഗൃഹവിഗ്രഹങ്ങളെ അവൾ മോഷ്ടിച്ചെടുത്തു, ഒട്ടകക്കൂപ്പിനകത്ത് ഇട്ട് അതിന്മേലിരുന്നു. ഹല്ലേലൂയ. മാത്രമല്ല, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് ധൈര്യപൂർവ്വം നുണ പറഞ്ഞുണ്ടാക്കി, ഭോഷ്ക് പറഞ്ഞുണ്ടാക്കിയവൾ. ഹല്ലേലൂയ. എന്നാൽ യോസേപ്പ് ആ വിഗ്രഹാരാധനയിലും ആ ഭോഷ്കിലും പെട്ടുപോയില്ലെന്നുള്ളതാണ്. അതേ, അപ്പനൊരു സ്വഭാവം, അമ്മയ്ക്ക് മറ്റൊരു സ്വഭാവം. അതിനെയും യോസേപ്പ് തൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറായില്ല. ഹല്ലേലൂയ. അതേപോലെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ആമ ഈ ലോക ജീവിതത്തിനകത്ത് മാതൃകയായും ആമ മുമ്പോട്ട് പോകേണ്ടിയ യാക്കോബിൻ്റെ ഭാര്യ റാഹേലിൻ്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഹല്ലേലൂയ അതിൻ്റെയും നടുവിൽ യോസേപ്പ് വിശുദ്ധനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം, നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ യാത്ര ചെയ്താലും ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം, യോസേപ്പ് അവിടെയെല്ലാം തന്നെ സൂക്ഷിക്കുകയാണ്. ബോഷ്ക്ക് പറയാത്തൊരു ജീവിതമായിരുന്നു യോസേപ്പിൻ്റെ. ഹല്ലേലൂയ. ബോഷ്കിൽ ഒരിക്കലും താൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ സഹോദരന്മാരെ കുറിച്ചുള്ള ദുശ്രുതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ യോസേപ്പ് വന്ന് തൻ്റെ അപ്പനോട് പറയാൻ കാരണമായത്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യോസേപ്പിൻ്റെ സഹോദരിയായിരിക്കാൻ ദീന ഒരു ചീത്ത സ്വഭാവമുള്ളവളായിരുന്നു എന്ന് അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദൈവവചനം പറയുന്നത് ഇപ്രകാരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ലേയ യാക്കോബിനെ പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി. അപ്പോൾ ഹിവിനായ കാമൂരിൻ്റെ മകനായി ദേശത്തിൻ്റെ പ്രഭുവായ ശേഖം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ജീവിതവും ഒരു തെറ്റായ പാതയിലൂടെ പോയി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു സഹോദരി, ആ സഹോദരൻ്റെ ജീവിതവും യോസേപ്പിന് മാതൃകയാക്കാൻ കഴിയത്തില്ല. കാരണം അവിടെയും പാപങ്ങൾ സംഭവിക്കുകയാണ്. സ്തോത്രം. അതേ പ്രിയരെ, യോസേപ്പ് അവിടെയും വിശുദ്ധനായി നിൽക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മൂത്ത സഹോദരനായിരിക്കുന്ന രൂപേൻ തൻ്റെ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കിയെന്ന് ഹല്ലേലൂയ നമ്മൾ സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത്, രൂപേനെ, നീ എൻ്റെ ആദിജാതൻ, എൻ്റെ വീര്യവും എൻ്റെ ശക്തിയും ആദിഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ വൈശിഷ്ട്യമുള്ളവൻ തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ശ്രേഷ്ഠനാകയില്ല. നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി, എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. അപ്പോൾ എന്താണ്? രൂപേനും പാപം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം രൂപേനെ പോലും യോസേപ്പിന് മാതൃകയാക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ശിമിയോനും ലേവിയും ഉഗ്ര കോപവും കഠിന ക്രോധവും ഉള്ളവരായിരുന്നു എന്നാണ് ശിമിയോനെക്കുറിച്ചും ലേവിയെക്കുറിച്ചും പഠിക്കുന്നത്. കാരണം തങ്ങളുടെ സഹോദരിയായിരിക്കുന്ന ദീനയെ ശേഖയെ നശിപ്പിച്ചത് കൊണ്ട് ശേഖയം നിവാസികളെ കൂട്ടക്കൊല ചെയ്തവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ശിമിയോനും ലേവിയും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ എഴുതി വെക്കുമ്പോൾ കാണുന്നുണ്ട്. 49-6-7 വരുമ്പം കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മന്ത്രണത്തിൽ കുടുങ്ങരുതേ. എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാർ വരിയുടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിനകോപവും ശപിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യുമെന്ന്. ശിമിയോനെയും ലേവിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ വായിക്കാൻ കഴിയുന്ന. സ്തോത്രം. അപ്പം ശിമിയോനെക്കുറിച്ചും ലേവിയെക്കുറിച്ചും നോക്കുമ്പോൾ അവരുടെയും ജീവിതം പാപങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. കൂടാതെ പ്രിയരെ, സ്തോത്രം, ശില്പിയുടെയും ഹല്ലേലൂയ. സ്തോത്രം, ബിൽക്കിയുടെയും മക്കളായിരിക്കുന്ന ദാനും നബ്താലിയും ഗാദും ആശേരും ഇവരെല്ലാം ദുഷ്ടന്മാരായി ജീവിച്ചുവെന്ന് സ്തോത്രം നമ്മൾ 37-ാം അധ്യായം 2-ാം വാക്യം
വായിച്ചു. അങ്ങനെ ഒരു വീട്ടിലുള്ള 15 പാപത്തിൽ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, പാപ സ്വഭാവത്തിൽ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ നടുവിലാണ് ദൈവം ഒരു വിശുദ്ധനെ ഉയർത്തുന്നത്. സ്തോത്രം. അതേ, കുടുംബം മുഴുവൻ ചെളിക്കുണ്ടത്തിൽ കിടക്കുമ്പോൾ, കുടുംബം മുഴുവൻ പാപത്തിൽ വീണ് കിടക്കുമ്പോൾ, പാപമാകുന്ന ചെളിക്കകത്ത് യാക്കോബിന്റെ കുടുംബം അമീൻ കിടക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ നിന്നൊരു വിശുദ്ധനെ പുറത്തു കൊണ്ടുവരുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ മലിനത കൊണ്ട് നിറയെ, പാപം കൊണ്ട് നിറയപ്പെട്ട് പാപത്തിൽ അധിവസിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോസേപ്പിനെ പോലൊരു വിശുദ്ധനായി നിന്നിരുന്നു എന്ന് നമുക്ക് ദൈവവചനം പഠിക്കാൻ കഴിയുന്നുണ്ട്. അതേ, പഴയ നിയമത്തിൽ യോസേപ്പിനിവിടെ മാതൃകയാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയായിരിക്കണം. അത് യേശുവിനെ നാം മാതൃകയാക്കുമ്പോഴാണ്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം എപ്പോഴും ഹല്ലേലൂയ നമുക്ക് പണിതെടുക്കാൻ കഴിയുന്നത്. അപ്പം യാക്കോബിന്റെ കുടുംബത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ, ഹല്ലേലൂയ, ഒരിക്കലും യാക്കോബിന്റെ കുടുംബത്തെക്കുറിച്ച് നല്ലത് പറയുവാൻ കാണുന്നില്ല. സ്തോത്രം. എല്ലാ മക്കൾക്കും, ഹല്ലേലൂയ, പാപത്തിന്റെ സ്വഭാവങ്ങൾ, ഹല്ലേലൂയ, അതിന്റെ നടുവിലാണ്, ഹല്ലേലൂയ, ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത്. അതേപോലെ അതുകൊണ്ടാണ് യോസേപ്പ് ഒരുപാട് നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. ഹല്ലേലൂയ, യോസേപ്പ് ഒരുപാട് ഉപദ്രവിക്കപ്പെടാൻ കാരണമായി, കുടുംബത്തിൽ ഹല്ലേലൂയ നഷ്ടപ്പെടാൻ കാരണമായി. അതെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ സത്യം പറയുന്നത് കൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, ഒരുപക്ഷെ നിങ്ങളെ ആരും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, എല്ലാവരും നിങ്ങളെ പഴിചാരിയേക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിലൊക്കെ പഠിക്കുമ്പോൾ അറിയാം, സത്യത്തിന് പ്രിയരെ ഇന്ന് പകരം യാതൊരു വിലയുമില്ല. സത്യം പറയുന്നതിനെ ഒറ്റപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മൾ ഈ കൂടിച്ചെല്ലുന്ന സഭകളിലൊക്കെ നോക്കിയെന്നു സത്യം യഥാർത്ഥ സത്യത്തിൽ സത്യം പ്രസംഗിക്കാൻ പറ്റുമോ? സത്യം പ്രസംഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ആ പ്രസംഗിക്കുന്നതിന് ആ സഭയെ കയറ്റത്തില്ല. സത്യം പറയുന്നത് ഇഷ്ടമില്ല ആർക്കും. സത്യം പറഞ്ഞ പിന്നെ ഈ സഭയിലേക്ക് വരണ്ട, അയാളെ വിളിക്കണ്ടെന്നാണ് പറയുന്നത്. എത്രയോ സംഭവങ്ങൾ എൻ്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട്. അതേപോലെ വിളിച്ചാലും കൊള്ളാം, വിളിച്ചില്ലേലും കൊള്ളാം, സത്യമേ സംസാരിക്കാവുള്ളൂ. കാരണം യേശു സത്യത്തിന് വേണ്ടി നിന്നവനാണ്. അതുകൊണ്ടാണ് യേശു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അരികിൽ എത്തുന്നില്ല. അതേപോലെ സത്യത്തെ വിട്ടുകളഞ്ഞിട്ട് അസത്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന് പാപത്തിലൂടെ നാം യാത്ര ചെയ്യുന്നെങ്കിൽ, ഹല്ലേലൂയ, ഒരിക്കലും നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതോടുകൂടി പഴയ നിയമത്തിൽ ഒരു യോസേപ്പ് മാതൃകയാണെങ്കിൽ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു നമുക്ക് മാതൃകയായി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. കർത്താവിന്റെ വചനം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ള അവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന്. അതെ, ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞ ഈ തിരുവചനത്തെ പലരും വ്യത്യസ്തമായ നിലയിൽ, ഹല്ലേലൂയ, സ്തോത്രം, വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചതുകൊണ്ട് ശിക്ഷാവിധി ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ അത് ശരിയാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുന്ന വ്യക്തി മരണം വരെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവനായിരിക്കണം, മരണം വരെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ യേശുക്രിസ്തുവിലാണെന്ന് പറയുകയും എൻ്റെ ജീവിതം മുഴുവൻ കളവ് കൊണ്ട് നിറയപ്പെട്ടതും പാപങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതുമാണെങ്കിൽ, ഹല്ലേലൂയ, ശിക്ഷാവിധി നമുക്ക് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിച്ച നാള് തൊട്ട് നിങ്ങളുടെ മരിക്കുന്നിടം വരെ, ഹല്ലേലൂയ, അഥവാ കർത്താവിന്റെ വരവാണ് സംഭവിക്കുന്നെങ്കിൽ അതുവരെയും നിങ്ങളുടെ ജീവിതം പാപത്തിന്റെ കറകളേശാതെ, പാപത്തിലേക്ക് വീണു പോകാതെ, പാപത്തിന്റെ ചിന്തകൾ കടന്നു വരാതെ, മോഹം നിങ്ങളെ നശിപ്പിച്ച് കളയാതെ, ഈ ലോകത്തിന്റെ സുഖങ്ങൾ നിങ്ങളെ നശിപ്പിച്ച് കളയാതെ, നിങ്ങൾ ക്രിസ്തുയേശു വിശുദ്ധിയോടെ ജീവിക്കുവാൻ കഴിയണം. സ്തോത്രം. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധമായ ജീവിതമാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുന്നുള്ള പ്രമാണത്തിന് മാറ്റമില്ല ഒരിക്കലും. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധിയുടെ പ്രമാണത്തിന്, ഹല്ലേലൂയ, ഒരിക്കലും മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യൻ, ഹല്ലേലൂയ, മാറിപ്പോകും, മനുഷ്യൻ പ്രമാണം വിട്ടുപോകും, മനുഷ്യൻ പ്രമാണത്തിന് പുറത്തു പോകും. ഹല്ലേലൂയ. എങ്കിലും പ്രമാണം മാറ്റമില്ലാതെ ഇന്നും വിളിച്ചു പറയുന്നതാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന
അതുപോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുവിൻ. 15 അംഗ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ ഒരുവൻ വിശുദ്ധനായി നിൽക്കുന്നെങ്കിൽ സ്തോത്രം. ആമേൻ. വളരെ കറപുരണ്ട ജീവിതങ്ങൾ നയിക്കുന്ന ചെളിപുരണ്ട ജീവിതം നയമുള്ള ഒരു കുടുംബത്തിനകത്ത് ഒരു ഭക്തനെ ദൈവം ഇത്രമാത്രം വിശുദ്ധ പദവിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇത് നമുക്കൊരു മാതൃകയാണ്. ഹല്ലേലൂയ. പ്രൈസലോർഡ്. പലരും പറയും സാഹചര്യമാണ് പാസ്റ്ററെ വഴിതെറ്റിക്കുന്നത്, സാഹചര്യമാണ് അങ്ങനെ കൊണ്ടുപോയത്, സാഹചര്യത്തിന് അങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെ പലരും പറയാറുണ്ട്. പ്രിയരേ സ്തോത്രം. പക്ഷേ യോസേപ്പിന് അങ്ങനെ പറഞ്ഞുകൂടെ? യോസേപ്പ് എന്താണ് അങ്ങനെ പറയാത്തത്? യോസേപ്പിനും അങ്ങനെ പറയാൻ പലവിധമായ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ യോസേപ്പും സാഹചര്യത്തിൽ സംഭവിച്ചത് പറയുവാൻ ആമൻ തൻ്റെ ജീവിതത്തിൽ ഇടം കൊടുക്കാതെ ഹല്ലേലൂയ കൊട്ടാരത്തിനകത്ത് താൻ എത്തുമ്പോഴും കൊട്ടാരത്തിനകത്തും പാപം തൻ്റെ വന്നപ്പോൾ, പാപത്തിൽ നാം വീടിൻ്റെ സാഹചര്യം വന്നപ്പോൾ അവിടെയും യോസേപ്പ് സാഹചര്യത്തിൽ സംഭവിച്ചത് പറയാതെ ആമൻ അപ്പൻ്റെ ഭവനം വിട്ട് ഹല്ലേലൂയ ആമൻ കൊട്ടാരത്തിലെത്തിയപ്പോഴും അവിടെയും തൻ്റെ വിശുദ്ധി കാത്ത് സൂക്ഷിപ്പാൻ കഴിഞ്ഞെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന് വചനം കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ? യേശു വരാൻ സമയമായി. ആമേൻ. കാഹളം ധരിക്കാൻ സമയമായി. നാം എല്ലാം ഇവിടുന്ന് പോകാറായി. അത് നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗം ഹല്ലേലൂയ അതിമനോഹരമാണ്. അവിടെ നാം എത്തുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. അതിന് വിശുദ്ധിയിൽ സൂക്ഷിക്കണം. നമ്മുടെ ദൈവം വിശുദ്ധിയിൽ അതിഭയങ്കരനാണ്. ഹല്ലേലൂയ. അപ്പം യോസേപ്പ് ഒരു ഉത്തമമായ ജീവിതം, അങ്ങനെ പ്രിയരെ യോസേപ്പ് ഉത്തമമായൊരു ജീവിതം നയിച്ചതുകൊണ്ട് പിന്നത്തേത് യോസേപ്പ് തൊട്ടതെല്ലാം അനുഗ്രഹങ്ങളായി മാറി. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്, യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ആമേൻ. ആവർത്തന പുസ്തകം ഹല്ലേലൂയ 28-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുന്നത്. അത് യോസേപ്പിനുള്ള ആമേൻ ബന്ധത്തിൽ ഈ വചനം എത്ര യാഥാർത്ഥ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 17 വയസ്സായപ്പോൾ ആമേൻ ഭവനം വിട്ടു പോകേണ്ടി വന്നെങ്കിലും, ആമേൻ ഹല്ലേലൂയ അവിടുന്ന് മിസ്രയീമിൽ എത്തേണ്ടി വന്നെങ്കിലും യോസേപ്പ് ഹല്ലേലൂയ ആമേൻ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴും ഹല്ലേലൂയ ആമേൻ പോത്തിഫർ ഭവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴും അവിടെയും തന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താഞ്ഞതുകൊണ്ട് ആമേൻ യോസേപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. യഹോവ നിന്റെ കളപ്പുരകളിൽ നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഹല്ലേലൂയ. നമുക്ക് യോസേപ്പിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. ഇതുപോലെ നമ്മുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അതേപോലെ സ്തോത്രം. ഹല്ലേലൂയ. ഉത്തമനായി നീതിമാനായി വിശുദ്ധനായി ജീവിപ്പാൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലമോ ആമേൻ നമ്മുടെ സഹോദരന്മാരുടെ സാഹചര്യമോ മാതാപിതാക്കളുടെ ഹല്ലേലൂയ ആമേൻ അനുഭവങ്ങളോ ഒന്നും തടസ്സമായിരുന്നില്ല. സ്തോത്രം. അത് യോസേപ്പിന് വിശുദ്ധനായി ജീവിക്കുവാൻ തൻ്റെ കുടുംബത്തിലുള്ള ആരും ഒരു തടസ്സമായിരുന്നില്ല. കാരണം ആമേൻ യോസേപ്പ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതൊരു ദൈവകൃപയാണ്. അത് ദൈവകൃപ യഥാർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, യഥാർത്ഥമായി നിങ്ങൾ ദൈവകൃപയിൽ വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ പാപം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ നയിക്കപ്പെടുന്നവരായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് പ്രിയരേ സ്തോത്രം. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തെ സത്യസന്ധതയിലേക്ക് സത്യസന്ധമായ വിശുദ്ധമായ ജീവിതം നയിപ്പാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്കതിന് കഴിയുമോ? അതിനോട് സമർപ്പിച്ച് കൊടുക്കാൻ കഴിയുമോ? ഒറ്റപ്പെട്ടു പോയേക്കാം, നിന്ദിക്കപ്പെട്ടേക്കാം, പരിഹസിക്കപ്പെട്ടേക്കാം, പേരും പ്രശസ്തിയൊന്നും വന്നില്ലേക്കാം, അല്ലെങ്കിൽ കിട്ടിയെന്ന് വന്നില്ലെന്ന് വരാം. അതേപോലെ ഒരു വിശുദ്ധിക്ക് വേണ്ടി നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും അവിടെയാണ് സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അന്യന്മാരുടെ പാപങ്ങൾ ഓഹരിക്കാൻ ആകിവരുത്. ആമേൻ. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളണമെന്നാണ് ആമേൻ 1 തീമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുന്നത്. അതേപോലെ അന്യന്മാരുടെ പാപങ്ങൾ ഓഹരിക്കാൻ ആകിവരുത്. ആമേൻ. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളണം. അതെ, ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ വചനം ആമേൻ ഹല്ലേലൂയ പറയുമ്പോൾ ഒരു വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? യേശു വരാൻ സമയമായി. മധ്യാകാശത്തെ കാഹളം മുഴക്കാൻ സമയമായി. അതേപോലെ നിത്യ നരകം നമ്മുടെ മുമ്പിലുണ്ട്, നിത്യമായ സ്വർഗമുണ്ട്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അല്ലൊരു യോസേപ്പിന് ആമേൻ ജീവിതത്തിൽ ആമേൻ വിശുദ്ധിയെ തിരഞ്ഞെടുത്തതുപോലെ ഇന്ന് മകൾ വിശുദ്ധിയെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു നിർമ്മലമായ ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം കർത്താവേ. ആമേൻ യാക്കോബിന്റെ മക്കളായിരിക്കുന്ന ആമേൻ കർത്താവേ 12 പേരും ദീനയടക്കം 13 അപ്പനും അമ്മയും 15 പേരടങ്ങുന്ന കുടുംബത്തിനകത്ത് ആമേൻ എല്ലാവരും പാപത്തിന്റെ കറകൾ എല്ലാവരുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വിശുദ്ധനെ ദൈവം നിലനിർത്തി യോസേപ്പിനെ അവിടെ
ഞങ്ങളുടെ ദൈവം നിലനിർത്തി യോസേഫിന് മാതൃകയാക്കി തന്നു. ഈ ലോകത്തിൽ കർത്താവ് അങ്ങ് കടന്നു വന്നപ്പോൾ, ഈ ലോകം പാപത്തിന്റെ ഭംഗിരമായ അനുഭവത്തിൽ കിടന്നപ്പോൾ, പാപത്തിൽ കർത്താവ് കാലുകൾ ഇടറിപ്പോകാതെ യേശുക്രിസ്തു വിശുദ്ധിയിൽ തന്നെ തന്റെ ശുശ്രൂഷ നിവർത്തിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ കർത്താവ് ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശുദ്ധമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല ജനത്തെയും ഏൽപ്പിക്കുന്നു. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത് ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ 1446 വില്ലേജുകളിലും ഹല്ലേലൂയ ദൈവമേ ജനത്തെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ കർത്താവ് കേരളത്തിൽ 14 ജില്ലകളും ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്രപ്രദ പ്രദേശങ്ങളെയും ഈ കർത്താവ് സ്തോത്രം 7 വൻകരകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയും വടക്കേ അമേരിക്കയും യൂറോപ്യൻ ഏഷ്യൻ ആഫ്രിക്ക ഓസ്ട്രേലിയൻ രാജ്യങ്ങളിൽ കിഴക്കൻ രാജ്യങ്ങളിൽ പാർക്കുന്ന 800 കോടിയിലധികം ജനത്തെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധമായ ഒരു ജീവിതമാണ്. കർത്താവ് ജനം വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുകൊണ്ടേകണമേ. പാപത്തെ കർത്താവ് ഞങ്ങളുടെ കൺമുമ്പിൽ പാപം ഞങ്ങളുടെ ജീവിതത്തിലല്ലേ കടന്നു വരാതെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ജീവിപ്പാൻ യോസേഫിനെ പോലെ മാതൃകയായി നിൽപ്പാൻ ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കുടുംബത്തിലുള്ളവരുടെ ജീവിതം മാതൃകയാക്കാതെ യേശുക്രിസ്തുവിനെ അനുഗമിച്ച യോസേഫിനെ പോലെ സകല ജനത്തെ ഒരുക്കണമേ. നല്ലൊരു കർത്താവ് ഇതുപോലെ രാജ്യത്ത് കർത്താവ് ലോകരാജ്യങ്ങൾ കോവിഡ് വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന മരണങ്ങൾ കൂടുന്നു. 3ാം ഘട്ട കോവിഡ് കർത്താവ് പല സ്ഥലങ്ങളിലും വെളിപ്പെടുന്നു. ഭാരതത്തിന് കർത്താവ് താമസിയാതെ വരുമെന്ന് ഞങ്ങൾ കേൾക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കേരളത്തെയും ഭാരതത്തെയും ലോകരാജ്യങ്ങളെ ദൈവം പിടിപ്പിക്കണമേ. കൊറോണ രോഗികൾക്കെല്ലാം സൗഖ്യം കൊടുക്കണമേ. വില്ലേജിൽ വൈശ്യലായിരിക്കും സൗഖ്യം കൊടുത്താട്ട് കർത്താവ് കൊറോണ സെന്റിലായിരിക്കുന്നവർ ഭവനത്തിൽ വിശ്രമിക്കുന്നവർ എല്ലാം സൗഖ്യമാക്കണമേ. കൊറോണ ഉണ്ടായി സൗഖ്യമായവരും വാക്സിൻ എടുത്തവരും രോഗം വരുന്നുണ്ട്, അവർ ദൈവം സൗഖ്യമാക്കണമേ. എല്ലാ ജനത്തിനും വാക്സിൻ എത്തിക്കുവാൻ സർക്കാരിനെ കർത്താവ് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രാജാക്കന്മാരും രാജ്ഞിമാരും ഹല്ലേലൂയ, പ്രധാനമന്ത്രി പ്രസിഡന്റ് ഹല്ലേലൂയ, പട്ടാള മേധാവി ഗവർണർമാർ, ദ്വീപുകൾ കർത്താവ് ഗോത്രങ്ങൾ ഭരിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്തുമാർ പ്രാർത്ഥിക്കും. വിദേശ പൗരന്മാർ, വിദേശ രാജ്യത്ത് ജോലി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാ ഇന്ത്യ വംശരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സൂക്ഷിക്കണമേ. വിവിധ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവ് പരസ്പര സ്നേഹത്തിലായി തീരുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യ പ്രധാനമന്ത്രിക്കായി പ്രസിഡന്റായി ഹല്ലേലൂയ കർത്താവ് ക്യാബിനറ്റ് മന്ത്രി സഹോദരന്മാർ എല്ലാ ഓഫീസ് സ്റ്റാഫുകളെയും ഉപരാഷ്ട്രപതി കർത്താവ് രാജ്യസഭ എംപിമാരെ എല്ലാ ഓഫീസ് സ്റ്റാഫുകളെയും ഞാൻ ഓർക്കുന്നു. ലോകസഭ, രാജ്യസഭ, നിയമസഭാ സ്പീക്കർമാർ, ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയമ വിദഗ്ധന്മാർ, ഭരണതന്ത്രജ്ഞന്മാരെ ഓർക്കുകയാണ്. എല്ലാ മേഖലയിലും അത്ഭുതം ചെയ്യണമേ. സ്തോത്രം ഹല്ലേലൂയ കർത്താവ് രാജ്യത്തെ അനുഗ്രഹിക്കണമേ. പാപമില്ലാത്ത ജീവിതത്തിന് വേണ്ടി ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണമേ. നിയമ വിദഗ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കർത്താവ് ചീഫ് സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശകാര്യ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. പ്രതിരോധ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. റെയിൽവേ വകുപ്പിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് കായിക മന്ത്രാലയത്തെ പ്രാർത്ഥിക്കുന്നു. കാർഷിക മന്ത്രാലയത്തെ പ്രാർത്ഥിക്കും. വാണിജ്യ വകുപ്പിനായി, വ്യവസായ വകുപ്പിനായി കർത്താവിനെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കരസേന, വ്യോമസേന, നാവികസേന ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവ് മേധാവികളോർത്ത് പ്രാർത്ഥിക്കുകയാണ്. അതിർത്തികൾ കാവൽ ചെയ്യുന്ന ബിഎസ്എഫിനായി, സിആർപിഎഫിനായി അതിർത്തികളായിരിക്കും സകല ജനത്തെ ഓർക്കുന്നു. അതിൻ്റെ ജുഡീഷ്യറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ ഹല്ലേലൂയ, ഹൈക്കോടതി സെഷൻസ്, മുനിസിപ്പൽ ഫസ്റ്റ് ക്ലാസ് കർത്താവ് സെക്കൻഡ് ക്ലാസ് കോടതികൾ ജഡ്ജിമാർ, അഭിഭാഷകന്മാർ, അഡ്വക്കേറ്റ് ജനറൽമാർ ഓർത്ത് പ്രാർത്ഥിക്കും. ഉപഭോക്തൃ കുടുംബ കോടതി CBI അതിവേഗ കോടതി എല്ലാ ജീവനക്കാരെയും ഓർക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കണമേ. ക്രമസമാധാന പാലകരായിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പോലീസ് അധികാരികളെയും ആഭ്യന്തരമന്ത്രി, ആഫീസ് സെക്രട്ടറി അടക്കം സൂക്ഷിക്കണമേ. ഈ കർത്താവ് കൊറോണ കാലഘട്ടത്തിൽ രാവും പകലുമില്ലാതെ കർത്താവ് കൊറോണയ്ക്ക് റോഡിൽ സ്ഥലങ്ങളിൽ സേവനം ചെയ്യുന്ന പോലീസ് അധികാരികളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ സൗര്യമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ എല്ലാം ദൈവം സൂക്ഷിക്കണമേ. അവരുമായി ജനം സഹകരിച്ച് മുന്നോട്ട് കോവിഡിനെ അതിജീവിക്കാൻ കൃപ കൊടുക്കണം. പോലീസിൻ്റെ വകുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് മോട്ടോർ രംഗത്തും കർത്താവ് എക്സൈസ് ഫോഴ്സ് അയക്കാൻ പ്രാർത്ഥിക്കുന്നു. ആ മേഖലയിലെല്ലാം ദൈവം പ്രവർത്തിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിപ്പാണ്ടിയാകണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാണ്ടിയാകണമേ. സകലത്തിനും ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകലത്തിൻ്റെ പേരിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ. കർത്താവ് ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സാമ്പത്തിക വിദഗ്ധന്മാർ, ആസൂത്രണ അധ്യക്ഷന്മാർ, കർത്താവ് സ്തോത്രം ഹല്ലേലൂയ, എയർപോർട്ട് ജീവനക്കാർ, കസ്റ്റംസ് ഓഫീസർമാർ ഹല്ലേലൂയ, എയർ ഹോസ്റ്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താമരങ്ങൾ ടെലിഫോൺ ജോലി ചെയ്യുന്നവർ, കാർഷിക മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കർഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർഷക മേഖലയിൽ പണിയെടുക്കുന്നവർക്കായി, യൂണിയൻ മേഖലയിൽ പണിയെടുക്കുന്നവർക്കായി ചേർന്ന വലുതുമായ എല്ലാ കമ്പനികളും കർത്താവ് എല്ലാ ഫാക്ടറികളേക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. അത് ജീവനക്കാർക്കായി അല്ലെ ജോലി ചെയ്ത എല്ലാ പ്രിയരെ കർത്താവ് ഡാൻ്റെ നടത്തിപ്പുകാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജോലിക്കാർ അതിനകത്തുണ്ട്. എല്ലാം തുറന്ന് പ്രവർത്തിക്കാനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ആരോഗ്യ മേഖലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഡോക്ടർമാർ, നഴ്സുമാർ അവർക്ക് ഈ കൊറോണ കാലഘട്ടത്തിൽ കർത്താവ് അവർ ശക്തമായി എൻ്റെ അകതാരോട് കർത്താവ് ആമി പൊരുതുമ്പോൾ അവർ ദൈവം സൂക്ഷിക്കണമേ. അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും തലമുറകളുടെ സഹോദരങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കേണ്ടതായി പ്രാർത്ഥിക്കും. മാധ്യമ പ്രവർത്തനങ്ങൾക്കായി സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇസ്ലാമി എല്ലാ ചാരിറ്റി വർക്ക് ചെയ്യുന്നവരെയും ആമി ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആമി കർത്താവിയ ബാങ്കിങ് മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സയൻസിൽ എഞ്ചിനീയർമാർക്ക് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കര ചരിപ്പാട്ടയാകണമേ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ ആമി സകല മേഖലയിലും വ്യാപരിപ്പാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തികളെല്ലാം ദൈവം സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിയുടെ കോർപ്പറേഷൻ 29 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, MLA-മാർ, MP-മാർ, ഗവർണർമാർ, ആമി കളക്ടർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമി ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും താലൂക്ക് തലത്തിലും ആമി കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, വില്ലേജ് അധികാരികളെല്ലാം ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. എല്ലാവരും സൂക്ഷിക്കേണ്ടതായി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന സകലരും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാൻ മത, സാമൂഹിക, സാംസ്കാരിക സംഘടന നേതാക്കന്മാർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വിവിധ എഴുത്തുകാർ, ചിന്തകർ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിൽക്കുന്ന ആമി ഭരണപരിസ്ഥിതി പാർട്ടികൾക്ക് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം കർത്താവ് ഈ ദൈവസേനയ്ക്ക് മടങ്ങി വരുവാൻ അഴിമതി കൊണ്ട് ആമി കറപുരണ്ട ആമിൻ അക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ആമി യോസേപ്പിനെ പോലെ വിശുദ്ധമായ ജീവിതം നയിച്ച് ആമി മിസ്രൈമിൽ ഹല്ലേലൂയ ഫറവോൻ കഴിഞ്ഞവർ രണ്ടാമനായി അധികാരത്തിൽ നിന്നതുപോലെ വിശുദ്ധ ജീവിതം നയിപ്പാൻ സത്യസന്ധത പ്രവർത്തിക്കുന്ന അധികാരികളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനായി ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ദൈവം അത്ഭുതം ചെയ്യണം. എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് സകല ജനത്തെ അനുഗ്രഹിക്കണമേ. മദ്യവും മയക്കുമരുന്നും മനസ്സ ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്നു. അതുങ്ങളെ ജനത്തെ വിടിപ്പിക്കണമേ. തലമുറകളെ സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. സ്കൂളുകളെല്ലാം തുറക്കണമായി പ്രാർത്ഥിക്കുന്നു. ആരാധനാലയം തുറക്കപ്പെടുക പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ദൈവം പ്രവർത്തിക്കണമേ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ എല്ലാ ദൈവം സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ, ക്ഷാമങ്ങൾ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ രാജ്യ സമാധാനത്തിന് ഒരു ലോകരാജ്യ സമാധാനത്തിന് വരുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. സകല മഹത്വം പങ്കെടുക്കണം യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.